അട്ടപ്പാടി ചുരത്തിൽ മന്ദംപൊട്ടിക്ക് സമീപം യാത്രക്കാർ കാട്ടാനയെ കണ്ടു. യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. ആന തിരികെ എന്തായാലും വനത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. VS ഗോകുലുണ്ട് വിവരങ്ങളുമായി. പാലക്കാട് നിന്ന് ഗോകുലി, ഈ മന്നംപെട്ടി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പൊതുവെ ഇങ്ങനെ കാട്ടാൻ ഇറങ്ങാറുള്ള ഒരു മേഖലയാണോ? അത് ഈ മണ്ണാർക്കാട് നിന്ന് നമ്മൾ ചുരം വഴി അട്ടപ്പാടിയിലേക്ക് പോകുന്നു. അതിനിടയിലാണ് ഈ മന്ദംപൊട്ടി എന്ന് പറയുന്ന ചുരത്തിൻ്റെ ഭാഗം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വഴി ചുരത്തിൻ്റെ സ്വാഭാവികമായും വഴി മാത്രമേ പൊതുജനങ്ങൾ പ്രവേശിക്കുന്ന ഒരു സ്ഥലമുള്ളൂ. ബാക്കി രണ്ട് വശങ്ങളും കാടുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സാധാരണ ഇങ്ങനെ നിരന്തരം ആന ഇറങ്ങാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട്. കൂടുതലും രാത്രി സമയങ്ങളിലാണ് ആന പോലുള്ള വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുക. അപ്പോൾ ഇന്ന് പകൽ ഈ രീതിയിൽ ആനയെ കണ്ടപ്പോൾ നാട്ടുകാർക്കൊരു ആശങ്കയുണ്ട്. കാരണം പകൽ സമയത്ത് നിരവധി വാഹനങ്ങളൊക്കെ തന്നെ പോകാറുണ്ട്. ഈ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്കൊക്കെ നിരവധി വാഹനങ്ങളും ആളുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. അപ്പോൾ ഈ പാതയിൽ ആന വരുന്നു എന്നുള്ളതാണ് ആശങ്ക. ഇവർ വനം വകുപ്പിനെ വിവരമറിയിച്ച് ഈ ഒരു ദൃശ്യങ്ങൾ വന്നതോടുകൂടിയൊക്കെ തന്നെ വനം വകുപ്പും വിവരമറിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും പിന്നെ ആനയെ കണ്ടെത്തിയില്ല. അതൊരു പക്ഷേ കൂടുതൽ കാടിലേക്ക് ഉൾവനത്തിലേക്ക് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ പ്രശ്നമോ ആശങ്കപ്പെടേണ്ട കാര്യമോ ഒന്നുമില്ല. ആന തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ വളരെ അപൂർവമായി തന്നെ പകൽ സമയങ്ങളിൽ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ തന്നെ ആന ഇറങ്ങാറുള്ളൂ. അത് സ്വാഭാവികമായി അങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു അപകടം എന്ന് പറയുന്നത് നിരവധി വാഹനങ്ങളും യാത്രക്കാരും ഒക്കെ ഉള്ള ഒരു വഴിയാണ്. ആ വഴിയിൽ ഇങ്ങനെ ആന ഇറങ്ങുന്നതാണ് ഒരു പ്രധാന ആശങ്ക.